ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ സ്പെഷ്യൽ ടേസ്റ്റിൽ മുട്ടക്കറി ഉണ്ടാക്കാൻ നോക്കിയാലോ ഫ്രണ്ട്സ്. മുട്ടക്കറി വെക്കാനായി 6 മുട്ട ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. കറി വെക്കാനുള്ള മുട്ട പുഴുങ്ങുമ്പോൾ എപ്പോഴും ഉപ്പിട്ട് പുഴുങ്ങുക. അപ്പോൾ മുട്ടയിൽ ഉപ്പ് നന്നായി പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും മുട്ടയ്ക്ക്. അതിലേക്ക് ഈ 3 മീഡിയം ടൈപ്പ് തക്കാളി ചെറിയ ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കാം. ഇനി മീഡിയം ടൈപ്പ് 4 സബോള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുക്കാം. സബോള നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. തക്കാളി ചെറിയ പീസുകളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഈ ഒരു ഇഞ്ചി കഷ്ണം, ഇത്രയും വെളുത്തുള്ളി പേസ്റ്റ് ആക്കി എടുക്കാം. ചതച്ചെടുത്താലും മതി. പിന്നെ ഇത്രയും പച്ചമുളക് അരിഞ്ഞെടുക്കണം. വലിയ പച്ചമുളകാണെങ്കിൽ 2-3 എണ്ണം മതി. പിന്നെ വേപ്പില 2 തണ്ട്. ഒരു നാളികേരത്തിൻ്റെ 1/4 ഭാഗം ചെരുകി 2 കപ്പ് 2-ാം പാലും 1/4 കപ്പ് 1-ാം പാലും എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് മുളകും മല്ലിയും വേണം. മുളകും മല്ലിയും ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കാം. അതിനായി ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ ടീസ്പൂൺ മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന വരെ ഇളക്കി കൊടുക്കുക. മല്ലിപ്പൊടി ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 1/4 ടേബിൾ ടീസ്പൂൺ മുളക് പൊടി ഇടാം. 1/2 ടേബിൾ ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇടാം. ഇത് ജസ്റ്റ് ഒന്ന് ചൂടാവുന്ന വരെ ഇളക്കി കൊടുക്കുക. പൊടികളെല്ലാം ചൂടായിട്ടുണ്ട്. ഇത് കോരി വയ്ക്കാം. ഇനി മുട്ടക്കറി റെഡിയാക്കാം. അതിനായി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 3 ടേബിൾ ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം. ഇത് 1/2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച സബോള ഇടാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിടാം. ഇനി സബോള ബ്രൗൺ കളറാവുന്ന വരെ 3-4 മിനിറ്റ് ഇളക്കുക. സബോള നല്ല പോലെ വാടണം കേട്ടോ. സബോള വാടുന്നതിനനുസരിച്ചിരിക്കും മുട്ടക്കറിയുടെ ടേസ്റ്റ്. സബോള നല്ലപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. കളറൊക്കെ മാറിയിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച തക്കാളി ഇടാം. പച്ചമുളകും വേപ്പിലയും ഇടാം. തക്കാളി ജസ്റ്റ് ഒന്ന് വാടണം. അതിനായി 1/2 മിനിറ്റ് നേരം ഇളക്കുക. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ച പൊടികളെല്ലാം ഇടാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇടാം. ഇത് വീട്ടിൽ റെഡിയാക്കിയ പൊടിയാണ് കേട്ടോ. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം. ഇതെല്ലാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നാളികേരത്തിൻ്റെ 2-ാം പാൽ ഒഴിക്കുക. 2 കപ്പ് 2-ാം പാലാണ് ഒഴിച്ചത്. ഇത് ഇനി നല്ലപോലെ ഇങ്ങനെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിടാം. സബോള വാട്ടിയപ്പോൾ ഉപ്പിട്ടതാണ്. അതുകൊണ്ട് എത്ര വേണമെന്ന് നോക്കിയിട്ട് ഇട്ടാൽ മതി. ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വെച്ച് വേവിക്കാം. ഇനി തക്കാളിയും സബോളയും നല്ലപോലെ വെന്ത് കുറുകണം ചാറ്. ഇത് നല്ലപോലെ തിളയ്ക്കുന്നുണ്ട്. തുറന്ന് നോക്കി ഒന്നുകൂടെ ഇളക്കിയിടാം. ഇപ്പോൾ ചാറ് കുറുകിയിട്ടില്ല. ഒരു വട്ടം കൂടി ഇത് അടച്ച് വയ്ക്കാം. ചാറ് ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇതിലേക്ക് പുഴുങ്ങി വെച്ച മുട്ട ഇടാം. മുട്ട ഇടുമ്പോൾ നല്ല പോലെ ചാറ് കുറുകാൻ നിൽക്കരുത്. ഈ സമയത്ത് ഇടണം. ഇതുപോലെ ആയിരിക്കും ഇടണം. ഇനി ഈ മുട്ടയും ഗ്രേവിയും കൂടെ നല്ല പോലെ മിക്സ് ചെയ്യാം. മുട്ടയുമ്പോൾ നല്ല പോലെ മസാലയൊക്കെ പിടിക്കാനാണത്. മുട്ട ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ഇത് അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഇനി ഇത് തുറന്ന് നോക്കാം. ഏകദേശം 1 മിനിറ്റ് നേരം വെച്ചിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഇളക്കിയിട്ട് 1/2 മിനിറ്റ് നേരം മീഡിയം ഫ്ലെയിമിൽ തുറന്ന് വെക്കാം. കണ്ടോ, ചാറൊക്കെ നല്ലപോലെ കുറുകിയിട്ടുണ്ട്. മുട്ടയുമ്പോൾ മസാലയൊക്കെ പിടിച്ച് ഇതുപോലെ ഇരിക്കണം. ഈ സമയത്ത് ഇതിലേക്ക് നാളികേരത്തിൻ്റെ 1-ാം പാലും 1/4 കപ്പ് ഒഴിക്കുക. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ച് 1-ാം പാൽ എല്ലാവിടെയും നല്ലപോലെ മിക്സ് ആവണ രീതിയിൽ ഇളക്കിയിടുക. 1-ാം പാൽ ഒഴിച്ചിട്ട് എല്ലാവിടെയും മിക്സ് ആയിട്ടുണ്ട്. നല്ല പോലെ എല്ലാവിടെയും ജസ്റ്റ് ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി 1/2 മിനിറ്റ് നേരം ഇതുപോലെ തന്നെ വെക്കുക. അതിന് ശേഷം സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ എല്ലാവരും മുട്ടക്കറി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിക്ക് ദോശയ്ക്കൊക്കെ ഇത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഫ്രണ്ട്സ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. ലൈക്കും കൂടെ ചെയ്യണേ. പിന്നെ മുട്ടക്കറി വെക്കണ സമയത്ത് വീട്ടിൽ റെഡിയാക്കിയ ഗരം മസാലപ്പൊടി ഇല്ലെങ്കിൽ നമ്മൾ മുളകും മല്ലിയും വറുക്കണ സമയത്ത് 2 ഗ്രാമ്പും 1 ഏലക്കായും ഇട്ട് വറുത്ത് പൊടിച്ചാൽ മതി. ഫ്രണ്ട്സ്, അപ്പോൾ അടിപൊളി ടേസ്റ്റിൽ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ, ചപ്പാത്തിയുടെ കൂടെ, ദോശയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ ഫ്രണ്ട്സ്. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടണേ. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യണേ. ഓക്കെ.